Hallelujah. We are so happy to have you. हम बहुत खुश हैं आज आप हमारे बीच में हैं, तो हम आपका स्वागत करते हैं। परमेश्वर आशीष करे, जैसा पवित्र आत्मा अगुवाई करे, आप हमारे बीच में बात करें। Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് അനുവദിച്ച സാവകാശത്തിനായി നന്ദി പറയുക. ഹല്ലേലൂയ. സ്തോത്രം. और एक बार आपके बीच में आने के लिए परमेश्वर ने दिया सुंदर समय के लिए मैं परमेश्वर को धन्यवाद करता हूँ। സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും എന്നാ ദൈവവചനം പറയുന്നു. और 133 वचन संहिता हम पढ़ते हैं कि भाई लोग मिलकर आना कितना मनोहर बात है। ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥര, ക്രിസ്തുവിന്റെ വിവിധ അവയവങ്ങളാണ്. നമ്മൾ വിവിധ ദേശത്ത് വിവിധ ഭവനങ്ങളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കർത്താവിൽ ക്രിസ്തുവിൽ ഒരേ ശരീരസ്ഥര. और जो हम अलग अलग जगह पर है फिर भी हम मसीह में एक ही शरीर का अंग है. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ വാഴ്ത്തി പാടുവാൻ, ഒന്നിച്ച് കർത്താവിൽ ആത്മാവിൽ ആരാധിപ്പാൻ കിട്ടിയ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. और मैं प्रभु का धन्यवाद करता हूँ मिलकर आराधना करने के लिए, प्रभु की उपस्थिति में आने के लिए प्रभु ने दिया समय के लिए. പ്രത്യേകിച്ച് ബിജു പാസ്റ്റർ കുടുംബത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ ദേശത്ത് കർത്താവ് ഇനിയും അധികമായി ഫലം കായ്പാൻ, വലിയ വൃക്ഷമായിട്ട് ആ ദേശത്ത് ശോഭിപ്പാൻ, അനേകരെ നിത്യജീവനിലേക്ക് നടത്തുന്ന ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമ്മുടെ രക്ഷകനും ഉടയനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. और जल्दी आने वाले यीशु मसीह के नाम से मैं आपको सलाम कहता हूँ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന എന്താണ്? और परमेश्वर हमारे जीवन से क्या चाहते हैं? കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് അവന്റെ സന്തോഷത്തിലായിരിക്കാനാണ്. और परमेश्वर चाहते हैं कि हम उसके आनंद की भागी हो. ആ സന്തോഷത്തിൽ നമ്മൾ പൂർണ്ണ സന്തോഷത്തിലുള്ളവരായി. നമ്മൾ നമ്മുടെ മക്കളെ പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്? और हम हमारे बच्चों के बारे में हम क्या सोचता है? അതേപോലെ തന്നെ वैसा ही നമ്മുടെ പിതാവാം ദൈവം, हमारे पिता परमेश्वर, നാം ഓരോരുത്തരും പൂർണ്ണ സന്തോഷമുള്ളവരായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. और जो परमेश्वर चाहते हैं कि हम पूरा खुशी के साथ रहे. ഹല്ലേലൂയ. हालेलुया. ചേർന്നാർത്തും സ്തോത്രം ചെയ്താട്ടെ. सभी लोग मिलकर प्रभु का धन्यवाद करें. हालेलुया. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 9 മുതൽ. और യോഹന്നാ का सुसमाचार 15 अध्याय का 9 वचन से हम पढ़ेंगे. ഹല്ലേലൂയ. സ്തോത്രം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. पिता जैसे पिता ने मुझसे प्रेम रखा वैसा ही मैंने तुमसे प्रेम रखा, मेरे प्रेम में बने रहो. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്റെ സ്നേഹത്തിൽ വസിക്കൂ. यदि तुम मेरी आज्ञाओं को मानोगे तो मेरे प्रेम में बने रहोगे, जैसा कि मैंने अपने पिता की आज्ञाओं को माना है और उसके प्रेम में बने रहता हूँ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് കർത്താവ് വീണ്ടും പറയുക, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. मैंने बातें तुमसे इसलिए कही है कि मेरा आनंद तुम में बना रहे और तुम्हारा आनंद पूरा हो. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാവുന്നു എന്റെ കൽപ്പന. और मैंने जैसा तुमसे प्रेम किया वैसा तुम भी आपस में प्रेम करो, ये मेरा तुम्हारे लिए आज्ञा है. ഹല്ലേലൂയ. സ്തോത്രം. ചേർന്ന് ആർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. हम अपने हाथों उठाकर मिलकर इस वचन के लिए प्रभु का धन्यवाद करेंगे. हालेलुया. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും സന്തോഷമുള്ളവരായിരിക്കണം എന്നാവുന്നു.
और परमेश्वर हमारे बारे में यही चाहते हैं कि हम आनंद से रहे. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും. ഹല്ലേലൂയ. इसलिए यीशु ने कहा मेरी आनंद तुम में बने रहने के लिए. എന്റെ സന്തോഷം, കർത്താവിന്റെ സന്തോഷം നമ്മളിൽ ഇരിപ്പാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. और परमेश्वर यीशु मसीह चाहते हैं कि यीशु की आनंद हमारे अंदर रहे. കർത്താവിന്റെ സന്തോഷം നമ്മളിൽ വസിക്കണം. और पिता यीशु की आनंद हमारे अंदर वास करना चाहिए. അങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണം. और वैसा हमारे आनंद में आनंद पूरा होना चाहिए. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവും സ്വർഗവും ആഗ്രഹിക്കുന്നത്. और यही हमारा परमेश्वर और स्वर्ग की पिता चाहता है. അതിനുവേണ്ടിയാണ് പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത്. इसलिए पिता परमेश्वर अपने इकलौता पुत्र को हमारे लिए दिया. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിക്കുന്നു. ഞാൻ അതൊന്നുകൂടെ പറയട്ടെ, അത് നമ്മെ സ്നേഹിക്കുന്നു. മനോജിയെ സ്നേഹിച്ചതുകൊണ്ടാ യേശുവിനെ പിതാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. और वचन में लिखा है कि पिता ने जगत से इतना प्रेम किया और आपसे मुझसे प्रेम किया, इसके लिए यीशु के धरती पर भेजा. ഞാനത് പറയുമ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തരും ദൈവമക്കളെ ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു പിതാവാം ദൈവത്തിലൂടെ പിതാവാം ദൈവം നമ്മളെ സ്നേഹിച്ച് തന്റെ പുത്രനെ നൽകിക്കൊണ്ട് ആ സ്നേഹം നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. और जो प्रभु परमेश्वर पिता ने अपना प्रेम को यीशु मसीह को हमारे लिए कुर्बान होने के लिए देते हुए यीशु ने हमसे प्रेम किया. ചില സാഹചര്യം നോക്കുന്നുണ്ട് നമ്മൾ തോന്നുന്നു നമ്മൾ തനിയെയാണ്. और कभी ऐसा परिस्थिति में हमको लगता है कि हम अकेला है. പക്ഷെ ഒരിക്കലുമല്ല. और कभी भी ऐसा नहीं है. നമ്മുടെ കൂടെ ഒരു വ്യക്തിയുണ്ട്. और हमारे साथ एक व्यक्ति है. യഥാവാനായ ഒരു വ്യക്തിയുണ്ട്. और एक सही में एक व्यक्ति है. സർവശക്തനായ രാജാതിരാജനും കർത്താതികർത്തനുമായ ആദ്യനും അന്ത്യനുമായ ആൽഫയും ഒമേഗയുമായവൻ നമ്മോട് കൂടെയുണ്ട്. और अल्फा और ओमेगा आदि और अंत वो पिता परमेश्वर हमारे साथ है. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം രൂപാന്തരപ്പെടുന്നത്. और जो हम इस बातों को हमारे जीवन में हम समझने से इस आनंद को हम प्राप्त करते हैं. നമ്മുടെ കൂടെ എന്നേക്കും ഞാനോ ലോക അവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ. और जो प्रभु ने कहा है कि दुनिया के अंत तक मैं तुम्हारे साथ है. എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട്. और हमेशा हमारे साथ है. അവൻ സർവശക്തനാണ്. वो सर्वशक्तिमान है. രാജാതിരാജനാണ്. वो राजादि राजा है. കർത്താതി കർത്താവാണ്. वो प्रभु का प्रभु है. ഹല്ലേലൂയ. സകലത്തിന്റെയും ഉടയവനാണ്. वो सारे सृष्टि का मालिक है. മാത്രമല്ല സകല മാനവരാശിയുടെയും രക്ഷകനാണ്. और सारे जो मानव जाति का उद्धार करता है. ഞാൻ അതൊന്നുകൂടെ പറയട്ടെ, സകല മാനവരാശിയുടെയും ഏകരക്ഷകനാണ്. और जो सारे दुनिया का मनुष्य का एक ही उद्धार करता है. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് വഴിയും സത്യവും ജീവനുമായവൻ ആയ യേശു ക്രിസ്തു. और इसलिए यीशु मसीह के बारे में बता है कि वो मार्ग सत्य जीवन यीशु मसीह है. യേശു തന്നെ പറയാ, ഞാൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ കടക്കുന്നില്ല. और यीशु मसीह ने कहा मुझे छोड़कर कोई भी पिता के पास नहीं जाएंगे. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് പൂർണ്ണ ധൈര്യത്തോടെ ചെല്ലാൻ യേശു ക്രിസ്തുവിലൂടെയാണ് വഴി. और पिता के पास जाने के लिए हमारे हिया वही है यीशु मसीह के द्वारा ही हम जा सकते हैं. ആ ഏകജാതനായ പുത്രനെയാണ് പിതാവാം ദൈവം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ദാനമായി നൽകിയത്. और वो एकलौता पुत्र को परमेश्वर पिता ने हमारे आनंद के लिए हमारे लिए दे दिया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. യേശു ഇവിടെ പറയുവാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. और वैसे कहता है कि पिता ने मुझसे प्रेम किया. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. और मैं भी तुम
तुमसे प्यार करता हूँ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോടൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, പിതാവാം ദൈവം പുത്രനായ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. और हम बोलना चाहिए, जब पिता जैसा पुत्र से प्रेम किया वैसा मुझसे भी प्रेम करता है. അതേപോലെ തന്നെ വീണ്ടും ആ വ്യക്തിയോടൊന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു എന്നെ, എന്റെ കർത്താവായ എന്റെ രക്ഷിതാവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്. और ऐसा आप दूसरे से आपके पास में उनके बोलो, वैसा परमेश्वर पिता मुझसे भी प्रेम करता है. എനിക്ക് സർവശക്തനായ ഒരു പിതാവുണ്ട്. और मेरे लिए एक सर्वशक्तिमान पिता है. എനിക്ക് സർവശക്തനായ ഒരു രക്ഷകനുണ്ട്. और जो सर्वशक्तिमान एक उद्धार करता है. നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടുപങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അവരോട് ധൈര്യത്തോടൊന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, എനിക്ക് സർവശക്തനായ ഒരു കർത്താവുണ്ട്, എനിക്ക് സർവശക്തനായ പിതാവാം ദൈവമുണ്ട്. और आप आपके पास में है, आप उनको बोले कि मेरे साथ मेरा उद्धार करता मेरे साथ है, मुझे प्यार करने वाले एक स्वर्गीय पिता मेरे साथ है. हालेलुया. ഞാൻ ഒരു സാഹചര്യത്തിനും തനിയല്ല. और मैं कौन सा भी परिस्थिति में मैं अकेला नहीं हूँ. ഹല്ലേലൂയ. हालेलुया. സന്തോഷത്തോടെ ഹല്ലേലൂയ ചേർന്നാർത്തും സ്തോത്രം ചെയ്താട്ടെ. हालेलुया. हम अपने हाथ उठाकर परमेश्वर का धन्यवाद करेंगे उस प्यार के लिए. ഹല്ലേലൂയ, സ്തോത്രം. നാം പലപ്പോഴും ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കും, ഞാൻ തനിയായിരിക്കും. और बहुत बार हम ऐसा हमारा मन में लगता है कि मैं अकेला हूँ. ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. और बहुत बार ऐसा होता है कि ये समय में इस अवस्था में मुझे मदद करने के लिए क्या कोई नहीं है. വാസ്തവത്തിൽ അതല്ല ആ സത്യാവസ്ഥ. और जो सच में बात सच्चाई ऐसा नहीं है. സർവശക്തനായ കർത്താവ് എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. सर्वशक्तिमान परमेश्वर हमेशा हमारे साथ है. ഞാനോ ലോകാവസാനം എല്ലാ നാളും കൂടെയുണ്ട്. और वचन में लिखा है कि मैं, यीशु मसीह ने कहा, मैं दुनिया के अंत तक तुम्हारे साथ है. ഞാൻ പക്ഷെ അത് തിരിച്ചറിയണം. और मैं उस बातों को समझना जरूरी है. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നേ? और मैं उस बातों को परमेश्वर जो हमारे साथ है उसको हम कैसे समझ सकता है. നാം ഓരോരുത്തരും ഹല്ലേലൂയ യേശുവിന്റെ നാമം കേട്ട് യേശു ഏക രക്ഷകനാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ വ്യക്തികളുമാണ്. जो हमने यीशु मसीह को ग्रहण किया, उद्धार करता स्वीकार किया और बपतिस्मा लिया एक एक व्यक्ति. മാത്രം അതുകൊണ്ട് കഴിഞ്ഞില്ല. और इतना नहीं है, उससे कदम नहीं हुआ. കർത്താവ് നമുക്ക് വേണ്ടി നമ്മളോട് കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ തന്നിട്ടുണ്ട്. और पिता ने हमारे लिए पवित्र आत्मा का दान दिया, पवित्र आत्मा को भेजा. ആ പരിശുദ്ധാത്മാവിലാണ് നമ്മളെ എല്ലാ കാലത്തും വഴി നടത്തുന്നത്. और जो पवित्र आत्मा हमको हमेशा चलाता है, हमका हमारा जीवन को. ആ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലാണ് ഈ സ്നേഹബന്ധത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. और जो पवित्र आत्मा की जो मदद से हम परमेश्वर का इस प्रेम को हम समझ सकता है. ആ കൂട്ടായ്മയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. और जो परमेश्वर हमसे यही चाहते हैं कि उसके साथ ये रास्ता. നാം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് എപ്പോഴും കൂട്ടായ്മ ബന്ധം തുടരുവാൻ ആഗ്രഹിക്കുന്നു. और जो हम किसी से भी जो प्यार करता है तो हम उससे मिलना, उनके साथ संगति करना हमको अच्छा लगता है, हम चाहते हैं. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിക്കോട്ടെ, और जो हमारे एकदम करीब जो दोस्त है, ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുപങ്കാളി ആയിക്കോട്ടെ, और सोचो कि हमारा और कोई हमारा जो साथीदार है, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, हमारा भाई हो, നമ്മൾ ആരെയാണോ അധികം സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് കൂടുതൽ എപ്പോഴും സമയം കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്നു. हम जिससे प्यार करता है तो उसके साथ समय बिताना हम चाहते हैं. ആ കൂട്ടായ്മ ബന്ധം അതേ വളരുന്ന അനുസരിച്ചാണ് ആ സ്നേഹബന്ധത്തിന്റെ ദൃഢത നിലനിൽക്കുന്നത്. जैसा हमारी जो संगति जो बढ़ते जाता है तो वैसा हमारा आपस में प्यार भी बढ़ते जाता है. ഇന്നിപ്പോൾ ഹല്ലേലൂയ ഇപ്പം ഒത്തിരി സോഷ്യൽ മീഡിയകളുണ്ട്. और आजकल देखा जाएगा तो बहुत सारे जो सोशल मीडिया है. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് 1,00,000 ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ട്. और
जो ऐसा मैंने देखा सुना है कि कुछ कुछ लोगों को 1 लाख फ्रेंड्स है. 1,00,000 ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ട്. പക്ഷെ തനിക്കൊരു താനായിരുന്ന ഭവനത്തിൽ വെച്ച് തനിക്കൊരു പ്രയാസം വന്നപ്പം ഈ ഫേസ്ബുക്കിലുള്ള ഒരു ഫ്രണ്ട്സിനും സഹായിക്കാൻ പറ്റിയില്ല. और ऐसा है कि 1 लाख फ्रेंड्स फेसबुक में था और उनका ऐसा हुआ कि जब उनका घर में कुछ कठिनाई आया तो उसका एक भी दोस्त उनको मदद कर नहीं पाया. ഹല്ലേലൂയ. അത്ര ഫ്രണ്ട്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അത്ര അതുപോലുള്ള ഫ്രണ്ട്സിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ऐसा दोस्ती के बारे में आज रात में आपको नहीं बोलता हूँ. ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും നമ്മെ കരം നീട്ടി സഹായിക്കാൻ പറ്റുന്ന ഒരു കർത്താവിന്, ഒരു ഏറ്റവും അടുത്ത സ്നേഹിതന്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. और जो हमारे जीवन को कभी भी मदद कर सकता है, कभी भी हमारे लिए हाथ बढ़ाने वाला एक गरीब दोस्त के बारे में मैं आपसे बताता हूँ. നാം ആയിരിക്കുന്ന ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കാൻ. और जो कोई भी परिस्थिति होने दो हमारा, उसके बीच में वो आता है, मदद करता है. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. और ओ परमेश्वर के बारे में मैंने आपसे कहा. ഹല്ലേലൂയ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. और यीशु मसीह ने कहा, जैसा पिता मुझसे प्रेम करता है वैसा मैं तुमसे प्रेम करता हूँ. ഇന്ന് രാത്രികാലം നാം ഓരോരുത്തരും ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവനായ ഒരു രക്ഷകൻ എന്റെ കൂടെയുണ്ട്. आज रात को हम इस बातों को खातरी करना चाहिए. मुझसे प्रेम करने वाला, मुझे प्रेम करने वाला एक व्यक्ति है. ആ കർത്താവിനെ ഞാനും സ്നേഹിക്കുന്നു. और उस परमेश्वर से मैं भी प्रेम करता हूँ. ആ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. और हम वो प्रेम करता है करके बोलने से कोई इतना काम नहीं है. I love you my Lord, I love you my Lord Jesus എന്ന് എപ്പോഴും പറയുന്നത് കൊണ്ട് മാത്രമല്ല. और जीसस यीशु मैं आपसे प्यार करता हूँ करके बोलने से कुछ नहीं है. അവന്റെ ഹിതം എന്തുവാന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ ഇഷ്ടം എന്തുവാന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മിൽ കർത്താവിനോടുള്ള സ്നേഹം പ്രകടമാകുന്നത്. तो हमारे जीवन में हम उसकी इच्छाओं को जानना और उसकी इच्छा के अनुसार हम कार्य करता है, हम उसकी इच्छा को जानकर हम उसको काम में करते हैं, तब उसको पूरा होता है. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. और हमारे बच्चों को हमसे बहुत प्रेम है. ഹല്ലേലൂയ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്കൊരു ടോയ് വേണമെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ നൽകുമ്പോൾ അവരുടെ സന്തോഷം കാണുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആനന്ദകരം. और हमारे बच्चों को कुछ चाहिए तो हम उसको देते हैं, तब बच्चा बहुत आनंद होता है, तो हमको बहुत अच्छा लगता है. ഹല്ലേലൂയ. അതേപോലെ തന്നെ നമ്മുടെ കർത്താവ് പിതാവാം ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന നമ്മളെപ്പോഴും സന്തോഷവാനായിരിക്കണമെന്നാണ്. और पिता परमेश्वर हमारे बारे में यही चाहते हैं कि हम हमेशा आनंदित रहे. അതുപോലെ തന്നെ നമ്മൾ മക്കളായിരിക്കുന്ന നമ്മുടെ പേരൻസ് എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. और जो हम बच्चे हैं हमारे माँ बाप के बारे में यही चाहते हैं कि वो हमेशा आनंद रहे, खुश रहे. അവര് ദൂരത്താണെങ്കിൽ നമ്മൾ അവരോട് വിളിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്, സുഖമാണോ, പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് എങ്ങനെയാ വേണ്ടി, എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടി എന്നുള്ളത് നമ്മൾ എപ്പോഴും തിരക്കിക്കൊണ്ടിരിക്കും. और जो हमारे माँ बाप दूर है तो हम उसको आप पूछते हैं, आप कैसे हैं, आपको कुछ जरूरत है, क्या चाहिए, हम पूछते रहता है. ഏത് വിധത്തിലും നമ്മൾ അവരെ സഹായിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. और कैसे भी हम उनको मदद करने के लिए, हम उसकी जरूरत को जानने के लिए हम कोशिश करते हैं. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്നേഹം അവരോട് അതുപോലെ ഉള്ളത് കൊണ്ടാണ്. क्योंकि हमारा प्यार हम उनसे प्रेम करता है, इसके लिए. അവർ സന്തോഷമായി ഇരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. और वो खुश रहना हम चाहते हैं. അതേപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവാം ദൈവം നമ്മെ ഓർക്കുമ്പോൾ പിതാവിന് സന്തോഷമുണ്ടാകുവാൻ വേണ്ടി, और जो परमेश्वर पिता हमारे बारे में आनंद होने के लिए, പിതാവ് എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യുവാൻ നാം തയ്യാറായിരിക്കണം. और पिता हमसे जो चाहते हैं हम करने के लिए तैयार होना चाहिए. അതുകൊണ്ടാണ് യേശു ഇവിടെ പറഞ്ഞത്, ഹല്ലേലൂയ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കൂ. यीशु मसीह ने
कहा, पिता जैसा मुझसे प्रेम करता है वैसा मैं भी तुमसे प्रेम करता हूँ. ഹല്ലേലൂയ. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. और मेरा प्रेम में बने रहो. നാം ഓരോരുത്തരും കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കേണ്ടത് ആവശ്യമാണ്. और हम एक एक व्यक्ति प्रभु का प्यार में बने रहना जरूरी है. മാത്രമല്ല, और इतना काफी नहीं, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ और जैसा मैं मेरे पिता की आज्ञा में बने रहता है वैसा നിങ്ങൾ എന്റെ കൽപ്പന പ്രമാണിച്ച് എന്റെ സ്നേഹത്തിൽ വസിക്കണം. वैसा ही आप मेरी आज्ञाओं को पालन करो और मेरा प्यार में रहो. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനത്തിൽ കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. और जो प्रभु का वचन में एक उदाहरण बताए हैं. ഒരു പിതാവിന് 2 മക്കളുണ്ട്. एक पिता को 2 बेटे थे. അതിൽ മൂത്ത മകനോട് ആ പിതാവ് പറഞ്ഞു, बड़ा बेटा से कहा, നീ വയലിൽ പോയി അധ്വാനിക്കാൻ പറഞ്ഞു. और बड़ा बेटे से कहा है कि तुम खेत में जाओ और मेहनत करो. എന്നാൽ ആ മൂത്ത മകൻ തനിക്ക് പൂർണ്ണ മനസ്സില്ലാതെ താൻ ചെയ്യത്തില്ല എന്നുള്ള നിഷേധാത്മകമായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് പറഞ്ഞ് ഞാൻ പോകത്തില്ല എന്ന് പിതാവിനോട് പറഞ്ഞിട്ട്, और जो बड़ा बेटा ने बोला कि मैं अभी नहीं जाएगा करके उसने बोला कि मैं क्यों करूं सोच के उसने बोला मैं नहीं जाएगा. കുറച്ചു കഴിഞ്ഞുടനെ തനിക്കൊരു കുറ്റബോധം തോന്നിയിട്ട് താൻ പിതാവ് പറഞ്ഞതല്ലേ എന്ന് ഓർത്ത് താൻ ആ വയലിൽ പോയി അധ്വാനിക്കാൻ തുടങ്ങി. और थोड़ा समय के बाद पिता ने कहा है करके अभी मैं जाता हूँ, पिता ने बोला है करके उसने वो बातों को मन बदल कर वो खेत में काम के लिए चले गया. എന്നാൽ അതേ സമയം തന്നെ ഇളയ പുത്രനോടും ഇതേ കാര്യം പിതാവ് പറഞ്ഞു. और जो छोटा बेटा था उनसे भी पिता वही बातें कहा. ആ സമയം ഇളയ മകൻ പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, പിതാവ് ഞാൻ ചെയ്തോളാം, ഞാൻ പൊക്കോളാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. और जो छोटा बेटा ने बोला है क्या सही है, पापा ने बोला तो मैं जाऊंगा करके पापा ने बोला. എന്നാൽ താൻ വാക്കു പറഞ്ഞിട്ട് അത് പ്രവർത്തിച്ചില്ല. और छोटा बेटा ने बोला है कि मैं जाऊंगा बोल दिया, फिर नहीं गया, उसका मन बदल गया और नहीं गया. ഞാൻ പൊക്കോളാം, ഞാൻ പിതാവ് പറഞ്ഞത് അനുസരിച്ച് ഞാൻ പോയി അത് ക്രിയ ചെയ്തോളാം എന്ന് പറഞ്ഞ വ്യക്തി താൻ അത് ചെയ്യാതെ അത് അലക്ഷ്യമാക്കി കളഞ്ഞു. और मैं जाएंगे करके बोला हुआ व्यक्ति उसको नहीं किया, नहीं गया. എന്നാൽ മൂത്ത മകൻ ആയിക്കോട്ടെ, और जो बड़ा बेटा है താൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടും തന്റെ പിതാവ് തന്നോട് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ സ്നേഹത്തിൽ താൻ പോയി അത് ചെയ്യാനിടയായി. पहले जो नहीं जाएगा करके बोला, फिर भी पिता की जो प्रेम के एक कारण से वो वापस मन बदल के चले गया खेत में. ഇവിടെ നാം കാണുന്ന ഇത് ആരാണ് ആ പിതാവിന്റെ ഹിതം ചെയ്തത്? और इधर हम देखते हैं कि यीशु मसीह पूछता है कि इधर पिता की इच्छा को किसने किया. പിതാവിന്റെ മുമ്പിൽ വെച്ച് താൻ ആദ്യം ചെയ്യത്തില്ല നിരസിച്ച കാര്യം പിതാവിനോടുള്ള അനുസരണത്തിൽ ചെയ്ത മൂത്ത മകനോ, അതേ जो पिता बड़ा बेटा है जो पिता ने बोला करने के लिए तो पहले बोला नहीं बोला, फिर भी वापस चले गया था. അതേസമയം പിതാവിന്റെ മുമ്പിൽ താൻ ഏറ്റ ദൗത്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ വ്യക്തി താൻ അത് ചെയ്യാതിരിക്കുകയും ചെയ്തു. और जो छोटा बेटा है वो करेंगे करके बोला, फिर नहीं किया, तो उसमें कौन है पिता की इच्छा को पूरा किया? ഇവിടെ പിതാവിന്റെ ഹിതം ആരാ ചെയ്തത്? और इधर पिता की इच्छा किसने पूरा किया? ആ പിതാവിന്റെ ഹിതം ചെയ്ത മൂത്ത മകനെ പോലെ, और जो पिता की इच्छा को पूरा किया बड़ा बेटा के समान. യേശു ഇവിടെ പറയുകയാണ്, ഞാൻ പിതാവ് കൽപ്പിച്ച കൽപ്പന ഞാൻ അനുസരിക്കുന്നു. और इधर यीशु मसीह कहता है कि पिता ने जो कुछ भी बोला मैं पूरा किया. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നു, ഞാൻ പ്രമാണിക്കുന്നു. और जो पिता ने जो कुछ भी आज्ञा दिया मैं उसको पालन करता हूँ. അതേപോലെ തന്നെ യേശു നമ്മോട് പറയുകയാണ്, നിങ്ങൾ അതേ സ്നേഹത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പന പ്രമാണിക്കുക. इसलिए यीशु मसीह कहता है
तुम भी वैसा उस प्रेम में बने रहना चाहते हैं तो तुम मेरे आज्ञाओं को पालन करो. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. എന്നിട്ടാണ് യേശു പറയുന്നത്, എന്തിനാ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്? और इसलिए यीशु ने कहा, मैं क्यों आपसे इस बात कहता हूँ? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാൻ വേണ്ടി, और मेरा शांति, मेरा प्यार तुम में बने रहने के लिए. എന്തിനാണ് യേശു പറഞ്ഞ കൽപ്പന അനുസരിക്കേണ്ട ആവശ്യകത? और यीशु की आज्ञा को हम क्यों पालन करना चाहिए? നാം ഓരോരുത്തരും സന്തോഷത്തിലായിരിക്കാൻ വേണ്ടിയാണ്. हम एक एक व्यक्ति आनंद में रहने के लिए है. ഹല്ലേലൂയ. हालेलुया. ചേർന്നാർത്തം സ്തോത്രം ചെയ്താട്ട്. हालेलुया. हम अपने हाथ उठाकर प्रभु को धन्यवाद करें. കൂടെ ഇരിക്കുന്ന വ്യക്തിയോട് പറ, കർത്താവ് പറഞ്ഞ കൽപ്പന നാം അനുസരിക്കണം. और जो साथ में है व्यक्तियों को बोलो कि परमेश्वर यीशु मसीह ने दिया आज्ञाओं को पालन करना है. बोलो, यीशु ने दिया आज्ञाओं को पालन करना है. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാ. क्या के लिए हम पालन करना चाहिए? हमारी खुशी पूरा होने के लिए, हमारा आनंद पूरा होने के लिए. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കൂടെ ഉള്ളവരോടൊന്ന് സന്തോഷത്തോട് പറഞ്ഞ്, എന്റെ കർത്താവിന്റെ സന്തോഷം പൂർത്തിയാകുവാൻ, എന്നിലുള്ള സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ എന്റെ കർത്താവിന്റെ കൽപ്പന ഞാൻ അനുസരിക്കും. और जो आपके पास में है, आप उनको बोलिए, मेरे आनंद पूरा होने के लिए, प्रभु का जो मेरा प्यार मेरे अंदर पूरा होने के लिए, मैं जरूर प्रभु का वचन को पालन करूंगा, पूरा करूंगा. ഹല്ലേലൂയ. आमीन. हालेलुया. ചേർന്നാർത്തം സ്തോത്രം ചെയ്താട്ടെ. हालेलुया. परमेश्वर को धन्यवाद करेंगे. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്റെ കർത്താവിന്റെ കൽപ്പന വലിയതാണ്. और आप सोचेंगे कि ओ आज्ञा, प्रभु की आज्ञा बोलेगा तो बहुत कठिन है, ऐसा आपको लिखेंगे. അല്ലേ, ഒരിക്കലുമല്ല. और कभी ऐसा नहीं है. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ, 12ാമത്തെ വാക്യത്തിൽ ദൈവവചനം യേശു തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. और यीशु ने उधर नीचे लिखा है कि यीशु ने कहा, मैंने जैसा तुमसे प्रेम किया वैसा तुम आपस में प्रेम करो. ഹല്ലേലൂയ. എന്നതാകുന്നു എന്റെ കൽപ്പന. और ये मेरे आपके लिए मेरी आज्ञा है. ഹല്ലേലൂയ. ഏറ്റവും ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്, നാം ഓരോരുത്തരും തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. और परमेश्वर आपसे चाहते हैं कि हम आपस में प्रेम करें. ഹല്ലേലൂയ. ചേർന്നാർത്തം സ്തോത്രം ചെയ്താട്ടെ. और हम मिलकर हम परमेश्वर को धन्यवाद करेंगे. हालेलुया. അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരങ്ങളായ സഹോദരി ആയിക്കോട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ജീവിത പങ്കാളി ആയിക്കോട്ടെ, സഹോദരങ്ങളാകട്ടെ, ഒന്ന് സ്നേഹത്തോടൊന്ന് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവിന്റെ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. आपके पास में कोई भी हो, भाई बहन, पति पत्नी, कोई भी हो, बच्चे, आप उनसे बोलो, यीशु में मैं आपसे प्रेम करता हूँ. നമ്മുടെ കുടുംബജീവിതം, मैं आपसे प्रेम करता हूँ. बोलो. ഹല്ലേലൂയ, സ്തോത്രം. हालेलुया. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെ. और जो हमारा पारिवारिक जीवन में भी कभी कभी भूल जाते हैं, ऐसा एक दो बात है. നമ്മുടെ കൂട്ടുപങ്കാളി, നമ്മുടെ ജീവിത പങ്കാളി, ഭാര്യ ഭർത്താക്കന്മാർ, और जो हमारे जो परिवार की जो सदस्य है, पति पत्नी, നമ്മുടെ മക്കൾ, और हमारे बच्चे, നമ്മുടെ മാതാപിതാക്കള്, और हमारे माँ बाप, ഇവരോടൊക്കെ ചില സമയങ്ങൾ, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. और हम जो मौका मिलता है तो हमारा प्यार हम दिखाना चाहिए. സ്നേഹത്തോട് ഒരു ഉമ്മ കൊടുക്കണം. और हम उसको गले लगाना चाहिए, प्यार से और चुम्बन देना चाहिए. സ്നേഹത്തോടൊന്ന് ആലിംഗനം ചെയ്യണം. और हम उसको थोड़ा गले लगाना चाहिए. ഹല്ലേലൂയ. ഇത് നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മളുടെ ഈ ജീവിതത്തിൽ പല കാര്യങ്ങളിലും തിരക്കായപ്പോൾ ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. और जो हमारे परिवार के सदस्य जो हम जो प्रेम दिखाना चाहिए, हमारे जीवन की जो व्यस्त के कारण से हम कभी कभी भूल जाता है. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുപങ്കാളി ആയിക്കോട്ടെ, മക്കളോടായിക്കോട്ടെ, നമ്മിൽ ഉള്ളിലുള്ള ദൈവ സ്നേഹത്തെ പ്രദർശിപ്പിക്കണം. और जो हमारे घर की जो सदस्य है, भाई बहन है, जो कोई भी है,
हमारे पति पत्नी है, तो हम हमारे अंदर जो मसीह का प्यार है हम दिखाना चाहिए। ഹല്ലേലൂയ. ഒരു പരിധി ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂത്തായി കഴിഞ്ഞാൽ, യൂത്ത് ഒരു 20 വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ നാണംകേട് പോലെ. और जो बच्चे थोड़ा बड़ा होने के बाद 15-20 साल होने के बाद उनकी माँ बाप को गले लगाना, एक चुम्बन देना उनके लिए बहुत बड़ी बात हो जाता है। നോ ആ സ്നേഹബന്ധം നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. और आप ऐसा नहीं है, एक प्यार का रास्ता आप उसको बना के रखना जरूरी है। ആ സ്നേഹം ഷെയർ ചെയ്യാനുള്ള, और वो प्यार है बांटने का है। ആ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം ക്രൂശിൽ നമ്മൾ കണ്ടത്. और जो परमेश्वर यीशु ने हमसे प्रेम किया, वो प्रेम को हमने क्रूस पर देखा। ഈ നാം നമ്മുടെ തലമുറയെ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറായാൽ, और जो हमारे परिवार, हमारी जो घर की सदस्य है, हम प्यार करने के लिए तैयार है, तो ഈ സ്നേഹം കണ്ട് അനേകർ കർത്താവിലേക്ക് വരും. और हमारे प्यार को देखकर बहुत सारे लोग यीशु में आ जाएंगे। ഇതിനു വേണ്ടിയാ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. और इसके लिए प्रभु ने हमको चुना है। എന്റെ സന്തോഷം നിങ്ങളിലാകുവാൻ, मेरी आनंद तुम में होने के लिए, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, और आपका जो आनंद है वो पूरा होने के लिए। നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ സന്തോഷം നിറയാൻ തുടങ്ങും. और जो हम दूसरे को जब प्यार करेंगे तो मसीह का आनंद हमारे अंदर भर जाएंगे। ഇത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. और यीशु ने दिया हुआ एक गुप्त बात है, प्रकाशन है। കർത്താവിന്റെ സ്നേഹത്തിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ തുടങ്ങിയാൽ, जब हम यीशु मसीह का जो प्यार में हम दूसरों को ध्यान देंगे, दूसरे से प्यार करेंगे, നമ്മിലുള്ള പ്രത്യേകത കണ്ട് അവർ വിശ്വാസത്തിൽ വരുമോ? और हमारे जीवन का वो बदलावट को देखकर दूसरा प्रभु यीशु मसीह पर विश्वास करेंगे। അതിലൂടെ അവർ കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും സാധിക്കും. और वैसा वो प्रभु को जानेंगे और प्रभु में बने रहेंगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. ഇന്ന് നമ്മളിലൂടെ ഹല്ലേലൂയ പിതാവാം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. और आज पिता परमेश्वर हमारा जीवन से यही चाहते हैं। ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ मैंने आपसे प्रेम किया। യേശു എങ്ങനെയാ നമ്മളെ സ്നേഹിച്ചത്? यीशु हमसे कैसे प्रेम किया? ഹല്ലേലൂയ, തന്റെ ജീവനേക്കാൾ അധികമായി, और अपना जीवन से भी बढ़कर हमसे प्रेम किया। യേശുവിന്റെ ജീവനേക്കാൾ അധികമായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. और प्रभु यीशु मसीह अपना जीवन से भी बढ़कर हमसे प्रेम किया। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. താൻ രാജാതിരാജനും കർത്താതി കർത്താവും സകലത്തിന്റെ സൃഷ്ടിതാവുമായ ദൈവമായിരിക്കെ, और यीशु मसीह राजाधि राजा है, सृष्टिकर्ता परमेश्वर है। തന്റെ സൃഷ്ടികളിൽ ഒന്നായ മനുഷ്യന് വേണ്ടി തന്റെ ജീവനെ നൽകുവാൻ താൻ തീരുമാനിച്ചു. वो परमेश्वर सृष्टि करता है, उनकी सृष्टि मनुष्य है, वो मनुष्य के लिए इस धरती पर आया, उसके लिए जीवन दिया। ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ ക്രൂശ് മരണത്തിൽ ഉണ്ടാവുന്ന നമുക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ആ ക്രൂശ് മരണം താൻ ഏറ്റെടുത്തു. और जो पाप की क्षमा के लिए, हमारा उद्धार के लिए यीशु मसीह ने स्वयं वो क्रूस की मृत्यु को ले लिया। ഹല്ലേലൂയ. അവൻ അടി കൊണ്ടത് നാം ഓരോരുത്തരുടെയും സൗഖ്യത്തിന് വേണ്ടിയാണ്. और यीशु मसीह इसलिए मार खाया, आपको और मेरा चंगाई के लिए। അവൻ ക്രൂശിൽ രക്തമൊഴുക്കിയത് നമ്മുടെ ഓരോരുത്തരെയും നീതീകരിക്കാൻ വേണ്ടിയാണ്. और जो इसलिए क्रूस पर लहू बहाया हमारी धार्मिकता के लिए, നമ്മുടെ ഓരോരുത്തരെയും നിത്യജീവന അവകാശികളാക്കി തീർക്കാൻ വേണ്ടിയാ. और हम अनंत जीवन का वारिश होने के लिए। നാം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിനോട് നിത്യതയിൽ എന്നേക്കും ചേർന്ന് വസിക്കാൻ എന്റെ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു.
उस आनंद जीवन मतलब हम हमेशा परमेश्वर के साथ में रहना जीना परमेश्वर हमसे चाहते हैं। हालेलुया। ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിൽ നാം ഓരോരുത്തരും നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുക. और उस प्रेम में बने रहने के लिए परमेश्वर हमारे एक एक जीवन से चाहते हैं। ഹല്ലേലൂയ. ചേർന്ന് ആർത്തും സ്തോത്രം ചെയ്താട്ടെ. हम सभी लोग मिलकर परमेश्वर को धन्यवाद करेंगे। ഇന്ന് നമ്മെ ഓരോരുത്തരും കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. और आज जो परमेश्वर ने हमको इस धरती पर रखा वो प्रेम में रखा है। ആ ദൈവ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. और जो परमेश्वर का प्यार का एक खासियत है, ഞാൻ അത് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് വൺ വേ ആണ്. और जो परमेश्वर का प्यार का एक खासियत मैं ऐसा बताना चाहता हूँ कि वन वे समान है। ഹല്ലേലൂയ. നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിച്ച കർത്താവ്, और जो हमसे कोई भी प्रतीक्षा ना करते हुए हमसे प्रेम करता है। നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയുള്ള ഒരു പ്രകടനത്തിൽ കൂടെയല്ല താൻ. അതുകൊണ്ട് ആ ദൈവവചനം പറയും, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച കർത്താവ്. और वचन में लिखा है कि हमारा कोई काम से हमारा कोई कृत्य से परमेश्वर देखता नहीं है। परमेश्वर ने हम जब पापी थे तब परमेश्वर हमसे प्रेम किया। ഹല്ലേലൂയ. हालेलुया। ഇന്ന് നാം ഓരോരുത്തരും നാം പാപികളായിരുന്ന സമയം തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. और जब हम पापी थे तब परमेश्वर हमसे प्रेम किया। നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. और हम हमारा काम से हमारा उद्धार नहीं हुआ। ഒരുവൻ നമുക്ക് വേണ്ടി മറുവിലയായി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. और एक उद्धार करता हमारे लिए कलवरी पर कुर्बान हुआ। ഹല്ലേലൂയ. ഇന്ന് ആ നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ മുന്നമേ നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി നമ്മോടുള്ള സ്നേഹത്തെ കാണിച്ച ഒരു കർത്താവ്. और हमसे कुछ भी प्रतीक्षा ना रखते हुए परमेश्वर ने हमसे प्रेम किया और अपना प्यार को दिखाया। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് വൺ വേ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. इसलिए मैंने बोला है कि ये वन वे है। വൺ വേ ലവ്. इसलिए मैंने बताया कि यीशु मसीह का प्यार है, एक वन वे लव है, वन वे प्यार है। ഇന്ന് നാം അത് തിരിച്ചറിയുമ്പോൾ, और आज हम उस बातों को जैसा समझेंगे, ഇന്ന് തിരിച്ച് നമ്മളോട് ആ കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. और आज परमेश्वर हमसे हम वापस उनसे प्रेम करें ऐसा परमेश्वर हमसे चाहते हैं। ആ സ്നേഹിക്കുന്നത് എങ്ങനാ? അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ, അവന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നാം അവനോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. और हम कैसे परमेश्वर से प्रेम करेंगे? हम उसकी आज्ञाओं को पालन करने के द्वारा हम उस प्रेम को प्रकट करता है। ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ മൂത്ത മകൻ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടും തന്റെ പിതാവ് പറഞ്ഞ എന്ന ഒറ്റ കാര്യത്താൽ താൻ അനുസരിക്കാൻ തയ്യാറായതുപോലെ ഇന്ന് പിതാവാം ദൈവത്തിൽ യേശു നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം കണ്ട് തിരിച്ചറിഞ്ഞ് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നതാണ് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. और जो बड़ा बेटा है पहले नहीं बोला फिर भी वो पिता के कारण बातों को मानकर चले गए, वैसा हम भी प्रभु की आज्ञाओं को जब पालन करेंगे उसके द्वारा हम प्रभु का प्यार में बने रहते हैं. ഇന്ന് അതേപോലെ കർത്താവിന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. और हम प्रभु का प्यार में बने रहेंगे. കർത്താവിന്റെ കൽപ്പനയിൽ വസിപ്പീൻ. और प्रभु की आज्ञाओं को पालन करें. ഹല്ലേലൂയ. സ്തോത്രം. തമ്മിൽ സ്നേഹിപ്പീൻ. हम आपस में प्यार करें. ആ സ്നേഹത്തിൽ അനേകരെ ക്രിസ്തുവിൽ വഴി നടത്തുവാൻ, അനേകരെ ദൈവരാജ്യത്തിന് അനുഗ്രഹമാക്കി തീർക്കുവാൻ നാം ഓരോരുത്തരെയും എന്റെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. और वो प्रेम में बने रहने के लिए, वो प्रेम में बहुत सारे लोगों को हम प्रभु के पास लाने के लिए परमेश्वर मदद करे. ഈ സ്നേഹം കണ്ടാണ് അനേകർ രക്ഷയിലേക്ക് വരേണ്ടത്. और ये प्रेम देखकर बहुत सारे लोग यीशु को जानता है. ഹല്ലേലൂയ. അതിനു മുമ്പ് എന്റെ ശിഷ്യരാകാനാ കർത്താവ് പറഞ്ഞത്. और यीशु मसीह कहता है कि तुम मेरे शिष्य बनो. കർത്താവിന്റെ ശിഷ്യനാകുന്നത് ഇങ്ങനെയാണ്. और हम यीशु के शिष्य कैसे बनते हैं? കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അത് പ്രമാണിച്ച് ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിന്നാൽ നാം അവന്റെ ശിഷ്യന്മാരാണ്.
हम प्रभु का वचन को पालन करते हुए उसकी आज्ञा में बने रहेंगे तो हम उसका शिष्य बनता है। ശിഷ്യന്മാർ മാത്രമല്ല, ദൈവവചനം പറഞ്ഞു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ അധികാരമുണ്ടെന്ന്. और जो सिर्फ शिष्य नहीं, हम उसकी आज्ञाओं को पालन करने के द्वारा, बने रहने के द्वारा हम उसके परमेश्वर का संतान होने का अधिकार मिलता है। ദൈവവചന പ്രകാരം നാം യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവ മക്കളായി തീരുകയും और जो प्रभु का वचन को पालन करते हुए हम वचन में बने रहते हुए उसके संतान बनता है। കർത്താവിന്റെ വേല നിമിത്തം നാം കർത്താവിന്റെ ശിഷ്യന്മാരും ശുശ്രൂഷകരുമായി തീരുകയും ചെയ്യും. और जो प्रभु का कार्य के कारण हम उसकी सेवक भी बन जाता है। കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രമാണിച്ച് അവന്റെ ശിഷ്യന്മാരും അവന്റെ സ്നേഹിതരും അവന്റെ ശുശ്രൂഷകരുമായി തീരുന്നു. और हम उसके वचन को पालन करते हुए उसके शिष्य और उसके संतान और उसके सेवक बनता है। ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നു ഒരുവൻ പറയുന്നു എങ്കിൽ ദൈവം അവനെ മുന്നമേ കണ്ടിരിക്കുന്നു. और जो वचन में लिखा है कि कोई बताते हैं कि प्रभु से प्रेम करता है तो परमेश्वर वचन करता है कि परमेश्वर पहले से उनको देखा है। ഹല്ലേലൂയ. മുന്നമേ കർത്താവ് നമ്മളെ കണ്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാനും തിരിച്ചറിയുവാനും സാധ്യമാവത്തുള്ളൂ. और जो परमेश्वर पहले से हमको देखा है, परमेश्वर तभी हम उससे प्रेम कर सकता है। ഇന്ന് എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തരും മുന്നമേ കർത്താവിൽ ക്രിസ്തുയേശുവിൽ നാം ഓരോരുത്തരും കാണപ്പെട്ടവരായതുകൊണ്ടാണ്, കർത്താവ് നമ്മെ തിരിച്ചറിഞ്ഞതുകൊണ്ട്, നമ്മളെ നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് നാം ഇന്ന് ഓരോരുത്തരും ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്നത്. और जो हम एक इधर बैठा है, हमको परमेश्वर ने पहले से देखा है, इसके लिए हम इस जगह पर बैठा है। ഹല്ലേലൂയ. ചേർന്നാർത്തും സ്തോത്രം ചെയ്താട്ടെ. हालेलुया, मिलकर परमेश्वर का धन्यवाद करेंगे। हालेलुया. കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി നന്ദി പറയാം. और जो परमेश्वर का प्यार को जानने के लिए दिया सौभाग्य के लिए हम प्रभु को धन्यवाद करते हैं। ഈ കർത്താവിന്റെ ആ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ഓരോ സമയവും തിരിച്ചറിയണം, ഇന്ന് കർത്താവിന്റെ കൂടെയാണ് ഞാൻ വസിക്കുന്നതെന്ന്. और जो हम इस इच्छा को हम जानने के लिए, समझने के लिए, हम उसके लिए कोशिश करते हुए प्रभु का वचन को जानना चाहिए। എന്റെ കൂടെ എപ്പോഴും എന്റെ കർത്താവുണ്ട്. और ये परमेश्वर मेरे साथ हमेशा है। ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ് ആ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നാം ദിനം പ്രതി നിമിഷം പ്രതി വർദ്ധിച്ചു വരണം. और जो हमारा परमेश्वर के साथ जो संगति है, दिन प्रतिदिन बढ़ते जाना चाहिए। ഹല്ലേലൂയ. ഇന്ന് സർവശക്തനായ കർത്താവ് നാം ഓരോരുത്തരും അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ധാരാളമായിട്ട് ഓരോ വ്യക്തികളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ ദേശത്ത് അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് ഹല്ലേലൂയ നിത്യജീവൻ അവകാശിയും ഈ ഭൂമി ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. और परमेश्वर आप सबों को प्रभु का वचन में बने रहने के लिए और प्रभु का प्यार में बढ़ने के लिए सहायता करे। आने वाले दिनों में परमेश्वर आपको बहुत की आशीष करे। God bless you in Jesus name. हालेलुया. और यीशु मसीह के नाम से परमेश्वर आपको आशीष करे। हालेलुया. 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 आज रात के लिए हम परमेश्वर का धन्यवाद करते हैं। हालेलुया. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ മക്കളെ ഓരോരുത്തരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, पिता परमेश्वर मिलकर प्रार्थना करते हैं, आप सबों को आशीष करे। കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാ സാന്നിധ്യത്താൽ നിന്റെ മക്കളെ ഓരോരുത്തരും ദിനം പ്രതി വഴി നടത്തുന്നതിനായി നന്ദി കർത്താവേ. और पवित्र आत्मा के द्वारा उनको हर रोज आप उनको चलाता है, इसके लिए धन्यवाद। കർത്താവെ, ദേശത്ത് പാർത്ത വിശ്വസ്തയോടെ നിൽപ്പാൻ, और शहर में रहकर प्रभु जी विश्वास योग्यता से रहने के लिए, ആത്മാവിന്റെ ബലത്തിൽ ജാഗരിപ്പാൻ, आत्मा की सामर्थ्य में रहने के लिए, ദേശത്ത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, और क्षेत्र में परमेश्वर शहर में बहुत सारे लोगों को आशीष का कारण बनने के लिए, കർത്താവെ, നിന്റെ മക്കളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. और परमेश्वर पिता आपके बच्चों को यीशु के नाम से मैं आशीष करता हूँ। താങ്ക് യു ജീസസ്. കർത്താവെ, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരുവാൻ അവിടുത്തെ വചനപ്രകാരം, അവിടുത്തെ കൽപ്പന പ്രകാരം प्रभु जी आपकी आज्ञा के अनुसार पृथ्वी की छोर तक तुम मेरे गवाह बनोगे। നിന്റെ മക്കൾ ഓരോരുത്തരും കർത്താവിന്റെ സാക്ഷികളായി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ഉയർത്തി മാനിക്കുന്നതിനായി നന്ദി കർത്താവേ.
परमेश्वर पिता एक एक के लिए आशीष का कारण बने, ऐसा परमेश्वर एक एक को आप ऊंचाई पर ले चले। കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर इस आवाज सुनने वाला एक एक परिवार को मैं आशीष करता हूँ। അവരുടെ കുടുംബങ്ങളെ, അവരുടെ കൂട്ടുപങ്കാളിയെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, തലമുറകളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर पिता उनकी रिश्तेदार, उनकी जो उनके से जुड़े एक एक व्यक्ति को यीशु के नाम से मैं आशीष करता हूँ। അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ. पवित्र आत्मा एक एक जीवन को आप भर दे, आशीष करे। ക്രിസ്തുവിലുള്ള സകല ആത്മീയ അനുഗ്രഹത്താലും നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു ഞാൻ. मसीह यीशु में है सारे आत्मिक आशीषों से भर दे। ഓരോ മേഖലയിലും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം വെളിപ്പെടട്ടെ. परमेश्वर पिता उनके जीवन के एक एक क्षेत्र में आपके अनुग्रह प्रकट हो जाए। തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക്, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാക്കളെ അവിടുത്തെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. परमेश्वर पिता जो परिवार में बच्चे नहीं है उनके लिए मैं प्रार्थना करता हूँ। യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. और यीशु के नाम से प्रभु जी इनके लिए उनकी परिवार के लिए प्रभु रास्ता खोल दे। പുതിയ വരുമാന മാർഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. और उनके लिए परमेश्वर पिता नया आर्थिक आशीष का दरवाजा उनके लिए खुल जाए। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുന്ന് ദാനമായി നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ അത് അനുവദിക്കുക കർത്താവേ. और प्रभु जी आपने दिया अधिकार को लेकर मैं उनके लिए दरवाजा खोलता हूँ, उनके लिए रास्ता खोलता हूँ। ശുശ്രൂഷ നിൽക്കുന്ന ഓരോ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर पिता सेवकाई में है एक एक जीवन के लिए मैं प्रार्थना करता हूँ। ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. हमारा भारत के लिए हम प्रार्थना करते हैं। ഭാരതത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഓരോ അധികാര സ്ഥാനത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. भारत की लीडरशिप के लिए हम प्रार्थना करते हैं। കർത്താവെ, ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. एक एक हमारे स्टेट के लिए हम प्रार्थना करते हैं। ഓരോ ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. एक एक डिस्ट्रिक्ट के लिए प्रार्थना करते हैं। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. यीशु के नाम से हम आशीष करके प्रार्थना करते हैं। ഓരോ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അതേസമയം തന്നെ ഓരോ കളക്ടർമാരെ, ഓരോ പോലീസ് ഓഫീസേഴ്സിനെ, ഓരോ മിലിറ്ററി ഓഫീസറിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. और कलेक्टर एक एक ऑफिसर्स को हम आशीष करके प्रार्थना करते हैं। കർത്താവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മറ്റോരോ മന്ത്രിമാരെ അവിടുത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോ MLA-മാരെ, MP-മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. सारे मिनिस्टर्स को हम आपके हाथ में देते, आशीष करें। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി കർത്താവേ. और यीशु के नाम से आपने पिता हमारे प्रार्थना सुना। ദേശത്തിന്മേ സമാധാനം വ്യാപരിക്കട്ടെ. प्रभु हमारे देश में शांति रहे। ദേശത്തിന്മേ കർത്താവെ സ്വസ്ഥത വ്യാപരിക്കട്ടെ. और जो हमारे देश में शांति आराम रहे। ഭാരതം കർത്താവെ ലോകത്തെ നമ്പർ 1 രാജ്യമായി മാറട്ടെ. और भारत और ऊंचाई में चलने दे पिता। ഭാരതത്തിന്മേ സമാധാനം വ്യാപരിക്കട്ടെ. और भारत में प्रभु शांति आए। യേശു ക്രിസ്തുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു കർത്താവെ. यीशु के नाम से हम आशीष करते हैं। കർത്താവെ, പ്രത്യേകിച്ച് ബിജു പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. बिजू पास्टर परिवार को आशीष करके प्रार्थना करता हूं। കൂടെയുള്ള ഓരോ കൂട്ടു സഹോദരന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. और साथ में है एक एक भाई लोग के लिए प्रार्थना करता हूँ। ഓരോ കൂട്ടു സഹോദരന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. और उनके साथ में है एक एक व्यक्ति के आशीष करके प्रार्थना करता हूँ। കർത്താവെ, ലോകമെങ്ങും സുവിശേഷം അറിയിക്കുന്ന ദേവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. और जो समाचार की सेवकाई में है एक एक व्यक्ति को हम आशीष करके प्रेयर करता हूँ। കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കുന്ന നന്ദി കർത്താവേ. और आपकी उपस्थिति हमारे साथ है, इसके लिए धन्यवाद। ക്രിസ്തു യേശുവുള്ള ഏകാഗ്രതയും നിർമ്മലതയും നിൽപ്പാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. मसीह की एकाग्रता में, पवित्रता में रहने के लिए एक एक को सहायता करे। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത നിറയ്ക്കണം, അഭിഷേകത്താൽ നിറയ്ക്കണം. നുകങ്ങളെ തക്കുന്ന പരിശുദ്ധമ അഭിഷേകം ഓരോ മക്കളുടെ മേലും നിറഞ്ഞു കവിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. और यीशु के नाम से आमेन। ആമേൻ. താങ്ക് യു വെരി മച്ച്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.